ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് യുങ്സാങ്ങിനെയാണ്. അവളുടെ കയ്യിൽ ഒരു കൊറിയറുണ്ട്. അതുമല്ലാതെ അവിടെ കുറേ ഗിഫ്റ്റ്സും ഉണ്ട്. ഇതെല്ലാം മംഗോളിയയിൽ നിന്നും നമ്മുടെ സോഹ്യുങ്ങിന് വന്നേക്കുന്നതാണ്. അങ്ങനെ സ്റ്റാഫ് എല്ലാവരും കൂടി ആ ഒരു ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. പെട്ടെന്ന് അതിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടുകയാണ്. ഇത് കണ്ടതും നമ്മുടെ യുങ്സാങ് ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. ഫ്യൂച്ചറിൽ അവൾ കരഞ്ഞും കൊണ്ട് നടക്കുന്നതായി അവൾ കാണുന്നു. പെട്ടെന്ന് നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ഇതെന്താ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടത്, ഇനി എൻ്റെ ജോബ് മറ്റു പോയിട്ടാണോ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിനെയാണ്. സോൾ ഗ്രൂപ്പിൻ്റെ ആ ഫെസ്റ്റിവൽ ദിവസം ടിയോ ആണെങ്കിൽ എല്ലാവരോടുമായി ഞങ്ങൾ ഇന്ന് ഡിസ്ബാൻഡ് ആവും എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുകയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇവർക്ക് വളരെയധികം ഹേറ്റ് കിട്ടുന്നുണ്ട്. ഈ ഹേറ്റ് കമൻസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇവർക്ക് മന്ത്ലി എവല്യൂഷൻ വെക്കാൻ. അങ്ങനെ ആ കാര്യം സോൾ ടീമിനെ വീഡിയോ കോളിൽ അറിയിക്കുന്നുണ്ട്. അവർ അതിന് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ യുങ്സാങ്ങിനെയാണ്. യുങ്സാങ് ആണെങ്കിൽ എൻ്റെ ബാഡ് ലക്കിനെ ഞാൻ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് യുൻബിൻ്റെ ഒരു കോള് വരുന്നു. അവൾക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ നീ യൂൻജുന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ യൂൻജുനായിട്ട് അവൾ സംസാരിക്കുന്നു. യൂൻജുനാണെങ്കിൽ നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ സോൾ ഗ്രൂപ്പിന് എവല്യൂഷൻ കിട്ടിയ കാര്യം? ഇല്ല, നീ ഒരിക്കലും ഇനി ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിലും മൊബൈൽ സ്പീക്കറിലിട്ട് സംസാരിക്കരുതെന്ന് പറയണേന്. യുങ്സാങ് ആണെങ്കിൽ ഓക്കെ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഈ തെറ്റുണ്ടാവില്ല എന്ന് പറയണേന്. യൂൻജുനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയുകയാണ്, മിസ് ഹാങ് വിളിച്ചാൽ നീ ഒരിക്കലും കോൾ എടുക്കുകയോ മെസ്സേജ് ഇടുകയും ചെയ്യരുതെന്ന്. നമ്മുടെ യുങ്സാങ് അതെന്താ, അവൾ എല്ലാവരുടെയും നിന്ന് പൈസ ചോദിക്കുന്നുണ്ട്. മിസ് ഹാങ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി എപ്പിസോഡ് 1 നമ്മുടെ യുങ്സാങ് ഡാൻസ് പ്രാക്ടീസിനിടയിൽ കാല് തന്നെ ഒരു പെൺകുട്ടി വീഴാൻ പോയതും നമ്മുടെ നടി രക്ഷിച്ചില്ലേ, ആ ഒരു പെൺകുട്ടിയെ പറ്റിയാണ് ഇപ്പോൾ ഇവരോട് പറഞ്ഞത്. അടുത്ത സീനിൽ യുങ്സാങ്ങും സോയുങ്ങിനെയാണ് കാണിക്കുന്നത്. സോയുങ്ങിനാണെങ്കിൽ ബിൽഡിംഗ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ യുങ്സാങ് സോയുങ്ങിൻ്റെ അടുത്തായിട്ട് പറയാണ്, നിങ്ങൾ മംഗോളിയയിൽ നിന്ന് വന്നതുകൊണ്ട് എല്ലാ ലാംഗ്വേജും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ യുങ്സാങ് പറയുന്നു. ഇത് കേട്ട സോയുങ് ആണെങ്കിൽ എനിക്ക് ജാപ്പനീസും ചൈനീസും അറിയാമെന്ന് പറയുന്നതിന്. അത് മാത്രം അറിഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് തായ്ലാൻഡ് അറിയാമോ? അവളാണെങ്കിൽ തായ്ലാൻഡിൽ നമ്മുടെ സോഹ്യുങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. സോയുങ് ആണെങ്കിൽ തിരിച്ച് തായ്ലാൻഡിൽ അവൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട്. ലഞ്ച് ടൈമിൽ യുങ്സാങ്ങും സോയുങ്ങും ഓരോന്ന് സംസാരിച്ച് നടക്കുന്നതിനിടയിൽ നമ്മുടെ യുങ്സാങ് ഒരാളായി കൂട്ടിമുട്ടാൻ പോയതും സോയുങ് അവളെ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനിരുന്നതും പെട്ടെന്ന് ഡയറക്ടർ ഗാങ്ങിൻ്റെ മെസ്സേജ് വരുന്നു, നിങ്ങളെല്ലാവരും മീറ്റിംഗ് റൂമിൽ എത്തണമെന്നും പറഞ്ഞ്. അങ്ങനെ അവരാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് റൂമിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോൾ ഗ്രൂപ്പിനെയാണ്. അവരാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസിനായിട്ടാണ് സ്റ്റാർലൈറ്റിൽ വന്നത്. പക്ഷേ ടിയോ എന്തോ ഒരു ഹാപ്പി അല്ലാത്ത പോലെ. അങ്ങനെ ടിയോ വാതിൽ തുറന്ന് ഡാൻസ് റൂമിൽ കയറിയതും അവിടെ കുറച്ച് പേര് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിയോ ആണെങ്കിൽ അതിലുണ്ടായ ഒരു മെമ്പറുടെ അടുത്ത്, നീ മിലിറ്ററി പോകുന്നില്ലേ? ഇല്ല, എൻ്റെ ഡെബ്യൂ കഴിഞ്ഞിട്ട് മിലിറ്ററി പോയാൽ മതി ഞാൻ തീരുമാനിച്ചേക്കണം എന്ന് പറയുകയാണ്. ഇവൻ്റെ പേര് കിം ഷിയോങ്. 5 വർഷമായി സ്റ്റാർലൈറ്റിൽ ഓഡിഷനിൽ വിൻ ചെയ്ത് വരുന്നു. കിം ആണെങ്കിൽ നമ്മുടെ ഐറിബിൻ്റെ അടുത്തും യുൻവോൻ്റെ അടുത്തും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ടിയോ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ന് കിമ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കിം ആണെങ്കിൽ ഞാൻ അറിഞ്ഞല്ലോ നിങ്ങൾക്ക് മന്ത്ലി എവല്യൂഷൻ വെച്ചെന്ന്. നമ്മുടെ ഡയറക്ടർ കിം അത്ര നല്ല ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടിയോ ആണെങ്കിൽ ഡയറക്ടർ നല്ലൊരാളാണ്, ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് മന്ത്ലി എവല്യൂഷൻ വെച്ചത്. നമുക്ക് മാസത്തിൽ ഒരിക്കലൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ ലേസി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മിസ്റ്റർ കിം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൂഡൊന്നും ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന്. ഇനി നിങ്ങൾ സ്റ്റാർലൈറ്റ് വല്ലതും വിട്ടു പോവുകയാണോ? പെട്ടെന്ന് തന്നെ ടിയോ ആണെങ്കിൽ ഞങ്ങൾ ഡിസ്ബാൻഡൊന്നും ആകുന്നില്ല, ഞങ്ങളുടെ കംബാക്കിനുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത്. പെട്ടെന്ന് അതിലൊരു പയ്യനാണെങ്കിൽ എന്നാൽ നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തോ, ഞങ്ങളുടെ പകുതി മുക്കാലും പ്രാക്ടീസ് കഴിഞ്ഞതാണെന്നും പറഞ്ഞ് കിമ്മിനെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ നിന്നതും പെട്ടെന്ന് ടിയോ അത് വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തോളാൻ പറയുകയാണ്. ടിയോ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി എവല്യൂഷൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർ പോകാൻ തന്നത്. പെട്ടെന്ന് അതിലൊരു പയ്യൻ അപ്പോൾ പിന്നെ എന്തിനായിരിക്കും ഇവർ ഇവിടെ വന്നതെന്ന് വെച്ചതും ടിയോ ആണെങ്കിൽ നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് എങ്ങനെയൊക്കെ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയുകയാണ്. അങ്ങനെ പ്രാക്ടീസ് റൂമിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ യുൻവോ ആണെങ്കിൽ ടിയോൻ്റെ അടുത്ത് ഇനി നമ്മൾ എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് മീറ്റിംഗ് റൂമാണ്. മീറ്റിംഗ് റൂമിൽ എല്ലാവരും സോഹ്യുങ്ങിൻ്റെ റെക്കോർഡ് ചെയ്ത സോങ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുങ്സാങ് ആണെങ്കിൽ മനസ്സിൽ
ഓ ഇയാൾ മോശമില്ലാതെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സോയിങ്ങിൻ്റെ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ കാണുകയാണെങ്കിൽ ഈ പെർഫോമൻസിൽ ആരൊക്കെയാണ് വിൻ ചെയ്യുന്നത് അവർക്ക് BTSനെ കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. ഇതേ ടൈം അവിടെ ഉണ്ടായ ഒരു പെൺകുട്ടി സോയിങ്ങിനെ നോക്കിയിട്ട് നിങ്ങളുടെ ഫാഷനും ഹെയർ സ്റ്റൈലും ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നു. ഇത് കേട്ട സോയിങ്, എടി ഞാനൊരു ഗ്രൂപ്പിലെ മെമ്പർ അല്ലല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആവാം, പക്ഷേ ഞാനിപ്പോൾ ഐഡോൾ ആവാനൊന്നും അധികം ചിന്തിക്കുന്നില്ല. യുങ്സാങ് ആണെങ്കിൽ മനസ്സിൽ ഇയാളെന്ത് ഇത്ര വലിയ മണ്ടനോ, ഇത്രയും നല്ലൊരു അവസരം തട്ടിക്കളയാൻ എന്നും പറഞ്ഞ് നമ്മുടെ സോയുങ്ങിനെ ഒരുമാതിരി നോക്കുന്നു. ഇത് കണ്ട സോയുങ് ആണെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കുന്ന ഡയറക്ടറാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഐഡോൾ ആവാൻ. അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവനൊരു ഗ്രൂപ്പിൽ ചേർത്തുകയാണ് ലാസ്റ്റ് മെമ്പറായിട്ട്. സോറി, എനിക്ക് ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റില്ല, എൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഓഡിഷൻ വേണോ? നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഓഡിഷൻ നന്നായിരിക്കും. ഇത് കേട്ട യുങ്സാങ് കസാര എടുത്ത് നമ്മുടെ സോയുങ്ങിൻ്റെ കാലിൽ വെച്ച് നല്ലോണം അമർത്തുന്നു. ആ വേദനയിലാണെങ്കിൽ സോയുങ് അലറുന്നുമുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന യുങ്സാങ് സോയുങ്ങിൻ്റെ അടുത്തായി, നിങ്ങളുടെ വിചാരം എന്താ, നിങ്ങൾ വലിയ ബോസാണെന്നാണോ? ഇത്രയും നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് അത് മാക്സിമം യൂസ് ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ മംഗോളിയിൽ നിന്ന് വന്നത് നിങ്ങളുടെ മ്യൂസിക് കരിയർ ബെറ്റർ ആക്കാനല്ലേ? ഇതിപ്പോൾ നല്ലൊരു അവസരമായിരുന്നു, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറിയാൽ പോരെ എന്ന് നമ്മുടെ യുങ്സാങ് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ യുങ്സാങ് സോയിങ്ങും ചെല്ലുന്നത് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നിടത്താണ്. അവരാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യുങ്സാങ്ങിനാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ അത് അവൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് കുറച്ച് നീങ്ങിയെന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോയിങ് ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നു. യുങ്സാങ് ആണെങ്കിൽ സോയിങ്ങിൻ്റെ അടുത്തായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതല്ല നീ വിട്ടേക്ക്, ഐഡോൾ ആവുന്ന കാര്യം അതത്ര ഈസിയൊന്നുമല്ല, നിങ്ങൾ അവരെ കണ്ടില്ലേ, അവരെത്ര ഫിറ്റാണ്, പക്ഷേ നിങ്ങൾ അത്രയല്ല. അതും പറഞ്ഞ് യുങ്സാങ് അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ സോയുങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ടീഷർട്ടിൻ്റെ ഉള്ളിൽ തലയിട്ട് നോക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കെവിൻ എന്ന് പറയുന്ന ആളെയാണ്. അയാൾ ഇത്രയും നാളും ദുബായിലായിരുന്നു. ദുബായിൽ നിന്നും തിരിച്ചെത്തിയ കെവിൻ്റെ അടുത്തായിട്ട് എല്ലാവരും ഒന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്തെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് കെവിൻ പെട്ടെന്ന് സോഹ്യങ്ങിനെ കാണുകയാണ്. അവൻ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ടിയോ ആണെങ്കിൽ കെവിൻ്റെ അടുത്തായിട്ട് നിങ്ങളെപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. കെവിൻ ആണെങ്കിൽ അതേതാ പയ്യൻ? അത് മംഗോളിയിൽ നിന്ന് വന്നതാ, അവൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിലാണ് തൊടുന്നത്, ഞാനത് സ്റ്റോപ്പ് ചെയ്യണോ? വേണ്ട, നിങ്ങൾ എൻ്റെ ഒപ്പം വാ എന്നും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ യുൻവോ ആണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങിനെ നോക്കി നിൽക്കുകയായിരുന്നു. കെവിനാണെങ്കിൽ നമ്മുടെ സോയുങ്ങിനെ പറ്റി ടിയോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അവൻ എപ്പോഴാണ് വന്നത്? ഇന്നലെയാണ് വന്നത്. അവൻ ഐഡോൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? ആ അതെ. അപ്പോൾ ഇവിടെ തന്നെയായിരിക്കും താമസിക്കുന്നത്? ആ ചിലപ്പോൾ. അവൻ കാരണം കൊണ്ടാണ് നമ്മൾ മന്ത്ലി എവല്യൂഷന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത്. യുൻവോ ആണെങ്കിൽ കെവിൻ്റെ അടുത്തായി, നിങ്ങൾക്കറിയാമോ അവനെ? ഇല്ല, എനിക്കറിയില്ല. ടിയോ കെവിൻ്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റിയൊരു സോങ് തരാൻ പറ്റുമോ? കെവിനാണെങ്കിൽ നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ സോൾ ഗ്രൂപ്പ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് യുങ്സാങ്ങിനെയും സോയിങ്ങിനാണ്. അവർ മ്യൂസിക് റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ടിയോയും യുൻവോവും ഐറീബും കയറി വരുന്നു. ടിയോ ആണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ സംസാരം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറാമോ? ആ നിങ്ങൾ കയറുക എന്ന് പറയും യുങ്സാങ് വിളിക്കുന്നു. നമ്മുടെ ടിയോ ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിൽ യുങ്സാങ്ങിനെ ചീത്ത പറയുന്നുണ്ട്. ടിയോ യുങ്സാങ്ങിനെ നോക്കി, ഈ പയ്യൻ എന്താ ഇവിടെ ചെയ്യുന്നത്? യുങ്സാങ് ആണെങ്കിൽ അത് കേൾക്കാതെ ഒരു കോൾ വന്നതും അവൾ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ടിയോ സോയിങ്ങിനെ നോക്കി, അവൾ ഞങ്ങളിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട്, സത്യം പറ. സോറി, എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ അവൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. യുങ്സാങ് തിരിച്ചു വന്ന് സോയിങ്ങിൻ്റെ അടുത്തായിട്ട്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. യുങ്സാങ് അവിടെ നിന്നും ഇറങ്ങിയതും പെട്ടെന്ന് നമ്മൾ എപ്പിസോഡ് ഫസ്റ്റ് കണ്ട ആ പെൺകുട്ടി അവളെ വിളിക്കുകയാണ്. യുങ്സാങ് കോൾ അറ്റൻഡ് ചെയ്തതും അവൾ, നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത്? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഞാൻ കുറച്ച് ബിസിയാണ്, നീ പിന്നെ വിളിക്ക് എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. യുൻവോയും ടിയോയും ഐറീബിനെയാണ് പിന്നെ കാണിക്കുന്നത്. യുൻവോ ആണെങ്കിൽ ടിയോൻ്റെ അടുത്തായി, കെവിൻ നമുക്കൊരു സോങ് തരുന്നതിന് മുമ്പ് നമുക്കൊരു സോങ് കമ്പോസ് ചെയ്ത് നോക്കാമായിരുന്നു. നമുക്കെന്തായാലും കെവിനെ നല്ലോണം ഇമ്പ്രസ് ചെയ്യണം, പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഞാൻ കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ ഞാനത് പാടി കേൾപ്പിക്കാം. യുൻവോ ആണെങ്കിൽ ആ പാട്ട് പാടി കേൾപ്പിക്കുന്നു. ടിയോക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ടിയോ ആണെങ്കിൽ, പക്ഷേ ഇത് കുറച്ച് ലിറിക്സ് ഉള്ളല്ലോ, നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് സോങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇൻസ്ട്രുമെൻസും അതേപോലെ ഞാൻ എൻ്റെ റാപ്പിങ്ങും ചേർക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി പാടാണെന്ന്, എന്തായാലും നീ ഒന്നും കൂടി പാട്. യുൻവോ അങ്ങനെ പാടിയതും പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സോയുങ് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ ടിയോ ആണെങ്കിൽ, നീ ഒന്നത് നിർത്താമോ, ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടൂടെ എന്നും പറഞ്ഞ് അവരെ വഴക്കുറയുന്നു. യുങ് ആണെങ്കിൽ അത് നിർത്തുന്നു. ടിയോ,
ഐറീബ് ഇനി നിന്റെ ഒഴിവാണ്, ഇനി നീ പാട് എന്ന് പറഞ്ഞ് നമ്മുടെ ഐറീബ് ആണെങ്കിൽ റാപ്പ് ചെയ്യാൻ തുടങ്ങിയതും സോഹിങ് ആണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്ത് അവരെ സഹായിക്കുന്നു. അതുവഴി പോയ ഡയറക്ടർ കാങ് ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഡയറക്ടർ കാങ് ആണെങ്കിൽ അത് വീഡിയോ എടുക്കുകയാണ്. അവർ സന്തോഷത്തോടെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കി. ഇതെല്ലാം കെവിനും കാണുന്നുണ്ടായിരുന്നു. യുൻസാങ് ആണെങ്കിൽ ഇവിടെ യുൻപിന് വേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ വന്നിരിക്കുകയായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് യുൻപിനെയാണ്. അവൾ ഇപ്പോൾ ഒരു ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുൻപിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ ഇപ്പോൾ ഒരു ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ യുൻസാങ് ആണെങ്കിൽ ഇവർ നനഞ്ഞിരിക്കുന്നതായാണ് കാണുന്നത്. യുൻസാങ് കിമ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരെന്തെങ്കിലും നനഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് മേക്കപ്പ് ചാലഞ്ചായിരുന്നു, പക്ഷേ എൽച്ചെ അത് ബക്കറ്റ് ചാലഞ്ചാക്കി. യുൻബിൻ യുൻസാങ്ങിനെ കണ്ടതും ലൈവിൽ നമ്മുടെ യുൻസാങ്ങിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യുൻസാങ് ആണെങ്കിൽ എല്ലാവർക്കും ലൈവിൽ വന്ന് ഹായ് പറയുന്നുണ്ട്. യുൻബിൻ ഐസ് വാട്ടർ ദേഹത്ത് ഒഴിക്കാൻ പോയതും നമ്മുടെ യുൻസാങ് ആണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത്, നിങ്ങൾക്കതൊന്ന് തടഞ്ഞൂടെ? അവൾക്ക് ചിലപ്പോൾ വല്ല പനിയോ മറ്റോ പിടിച്ചാലോ? നമ്മളിപ്പോൾ ഇതിലൊന്നും മിണ്ടണ്ട, ചിലപ്പോൾ അവരിലത് ദേഷ്യം ഉണ്ടാക്കും. നമ്മുടെ യുൻസാങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈവിൽ കയറി, ഈ ചാലഞ്ച് എന്തായാലും ഞാൻ ചെയ്യാം, ഞാനും ഈ ഗ്രൂപ്പിലെ മെമ്പറാണ് എന്നും പറഞ്ഞ് അവൾ അവളുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ പോയതും ലൈവിലെ ഫാൻസ് ആണെങ്കിൽ ഇവൾ ലൈവിൽ ഫേമസ് ആവാനാണ് ഇത് ചെയ്യുന്നത് തോന്നുന്നു. അതെ, ഞാൻ ഫേമസ് ആവാൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവളുടെ ദേഹത്തേക്ക് അത് ഒഴിക്കുന്നു. സോഹുവിനാണെങ്കിൽ ഇവിടെ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് യുൻസാങ്ങിൻ്റെ അലർച്ച കേട്ടതും അവൻ എണിച്ച് നോക്കുന്നു. പക്ഷേ യുൻസാങ്ങിനെ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ചാലഞ്ച് കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ യുൻസാങ് ആണെങ്കിൽ ആകെ നന്നിട്ടുണ്ടായിരുന്നു. യുൻസാങ്ങിനാണെങ്കിൽ ജെസ്മിൻ്റെ കോൾ വരുന്നു. അവൾ അത് അറ്റൻഡ് ചെയ്തതും ജെസ്മിനാണെങ്കിൽ എനിക്ക് നിന്നെ കാണണം. യുൻസാങ്ങിൻ്റെ വിചാരം ഇവൾ പൈസ ചോദിക്കാനാണ് വിളിക്കുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല, അതുകൊണ്ട് നീ എന്നെ വിളിക്കണ്ട. ഓ, അപ്പോൾ നീ എന്നെ ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത്? ഞാൻ പൈസക്കൊന്നല്ല തന്നെ വിളിച്ചത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവസാനമായി നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. ജെസ്മിനാണെങ്കിൽ സാഡായി തന്നെ, ഞാൻ ഇനി സിയോളിൽ വരുമ്പോൾ നിന്നെ കാണാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. കോൾ കട്ടാക്കിയതും നമ്മുടെ യുൻസാങ്ങും സാഡാവുന്നുണ്ട്. അങ്ങനെ യുൻസാങ് പിന്നെ ചെല്ലുന്നത് സോയുങ്ങിൻ്റെ അടുത്താണ്. സോയുങ് ആണെങ്കിൽ അവിടെ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഡയറക്ടർ കാങ്ങിനെയാണ്, കിമ്മിനെയും. ഡയറക്ടർ കാങ് ആണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത്, നമുക്ക് എന്തുകൊണ്ട് സോൾ ഗ്രൂപ്പിനെയും സോയുങ്ങിനെയും കൊലാബിക്കേറ്റ് ചെയ്തുകൂടാ?